എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമ തന്നെയാണ്. അതെ, ഒരു ഡിഫറൻറ്റ് പ്രമേയമാണ് അത്. എല്ലാവരും കണ്ടിരിക്കേണ്ട തന്നെ ഒരു സിനിമ. ഓക്കെ, അങ്ങനെ യൂത്തിനെ ഏറ്റെടുക്കാവുന്ന ഒരു രീതിയല്ല, ഒരു ഡ്രാമ ബേസ് ചെയ്തിട്ട് നാടകകലാകാരന്മാരെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ കണക്റ്റ് ആവും. നല്ല സിനിമയാണ്, ഒരു നല്ല എഫേർട്ടാണ്. നല്ല മൂവിയായിരുന്നു. കാരണം അത് പബ്ലിസിറ്റിയുടെ ഒരു അഭാവം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മൂവി നല്ല മൂവിയായിരുന്നു. ഒരു നാടക പശ്ചാത്തലത്തിലുള്ള മൂവിയാണ്. അങ്ങനെ യൂത്തിനെ ഏറ്റെടുക്കാവുന്ന ഒരു രീതിയല്ല, ഒരു ഡ്രാമ ബേസ് ചെയ്തിട്ട് നാടകകലാകാരന്മാരെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷേ നല്ല മേക്കിങ്ങും നല്ല ക്യാമറയും ആക്ടേഴ്സും എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മെസ്സേജ് കലയോടുള്ള ഒരു അഭിനിവേശത്തെ കുറിച്ചുള്ളൊരു സംഭവങ്ങളാണ്. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. നല്ല സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് സിനിമയാണ്. വേറെ അങ്ങനെ കാണാത്തൊരു ടൈപ്പ് നല്ല സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമ തന്നെയാണ്. അതെ, ഒരു ഡിഫറൻറ്റ് പ്രമേയമാണ് അത്. എല്ലാവരും കണ്ടിരിക്കേണ്ട തന്നെ ഒരു സിനിമ. ഓക്കെ, സിനിമ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. നാടകത്തെ സംബന്ധിച്ചുള്ള സിനിമയാണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ കണക്റ്റ് ആവും. നല്ല സിനിമയാണ്, ഒരു നല്ല എഫേർട്ടാണ്. അല്ല, കുഴപ്പമില്ല, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ അത് കണക്റ്റ് ആവും. മെസ്സേജ് നാടകത്തിൻ്റെ തന്നെയാണ്. കാരണം നാടകം ഒരു നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല, നാടകത്തിൻ്റെ ഒരു അന്തസത്തയാണ് ഇതിൽ പറയുക കൂടുതലും. പിന്നെ നാടകത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, ആ ജീവിതത്തിലെ ഒരു റിയാലിറ്റി നാടകത്തിൽ പ്രതിഫലിക്കും. അത് ഇത് സിനിമയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. എടുത്തു പറയത്തക്ക രീതിയിൽ അതിൽ ഓരോ അഭിനേതാക്കളുടെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരോരോ റോളുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സംവിധായകനും അത് നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. മൊത്തത്തിലൊരു കൊള്ളാം, കണ്ടിരിക്കാവുന്നൊരു ചിത്രമാണ്.